അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. നാഥനായ റബ്ബ് നമുക്കെല്ലാം സൗഖ്യവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആഇന് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു അവർക്കെല്ലാം ആജിലായ ദായിമായ മുസ്തമിറായ ഷിഫാ നൽകുമാറാകട്ടെ. ധാരാളം കടങ്ങളുടെ നെരിപ്പോടിൽ ഞെരിഞ്ഞമരുന്നു. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റി അള്ളാഹു അവരെ ധന്യതയിലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്ന, അതോടൊപ്പം തന്നെ ധാരാളം ഇബാദത്തുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും ഇൽമിൻ്റെ വഴികൾ തേടിക്കൊണ്ടേയിരിക്കും, അറിവിൻ്റെ വഴികൾ തേടിക്കൊണ്ടേയിരിക്കും. അവർക്കെപ്പോഴും ആ അറിവുകൾ കേട്ട് പഠിച്ച് അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കി തീർത്ത് അതുവഴിയായി അള്ളാഹുവിൻ്റെ സംതൃപ്തിയും സ്വർഗവും കരസ്ഥമാക്കാൻ ആളുകൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുമെന്നതാണ്. അതുകൊണ്ടാണ് വൈജ്ഞാനിക സദസ്സുകളിൽ ആളുകൾ പോയിരിക്കുന്നത്, നല്ല നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ഇപ്രകാരമുള്ള നല്ല നന്മകൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുവാനും വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാം അപ്രകാരമായിരിക്കണം. എപ്പോഴും അറിവുകൾ തേടി നാം അലയുകയും അതോടൊപ്പം തന്നെ കിട്ടുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രയോജനപ്രദമാക്കുകയും ചെയ്യണം. അറിവുകൾ പ്രയോജനപ്രദമാകുന്നത് എവിടെ നിന്നെങ്കിലും കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായിത്തീരുമ്പോഴാണ് നാം കേട്ട ആ ഇൽമ് പ്രയോജനമുള്ളതായിത്തീരുന്നത്. അറിവുള്ള ധാരാളം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് അറിവുള്ളവർ. പക്ഷേ ആ അറിവുകൾ അവർക്ക് പ്രയോജനം ചെയ്യണമെങ്കിൽ ആ പഠിച്ചതനുസരിച്ച് അതല്ലെങ്കിൽ കേട്ടതനുസരിച്ച് അവൻ അപ്പോഴോ അതല്ലെങ്കിൽ പിന്നീടോ അത് ചെയ്യുമ്പോഴാണ് അത് പ്രയോജനപ്രദമായ അറിവുകളിൽ പെടുന്നത്. അള്ളാഹു നമ്മുടെ അറിവുകളെല്ലാം നാഫിയായ പ്രയോജനപ്രദമായ അറിവുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമുള്ളത്. സഹോദരങ്ങളെ, നാമൊക്കെ ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായും പ്രത്യക്ഷത്തിലും പരോക്ഷമായും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായുമെല്ലാം ധാരാളം തെറ്റുകളുമായി നാം വ്യാപൃതരാകാറുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കാൻ നാം തീർച്ചയായും ബാധ്യസ്ഥരാണ്. തെറ്റുകളില്ലാതിരിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിനെ പൊറുപ്പിക്കാനുള്ള അഗാധമായ ആഗ്രഹവും താല്പര്യവും ഒക്കെ നമുക്കുണ്ടാകുമ്പോഴാണ് നാം നല്ല ആളുകളായിത്തീരുന്നത്. ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അയാൾക്ക് ആ തെറ്റിനോട് യാതൊരു നിലയിലുള്ള മാനസികമായി ഒരു വിഷമം, ഞാൻ തെറ്റ് ചെയ്തു പോകുന്നല്ലോ എന്നൊന്നുമില്ല എങ്കിൽ അയാളുടെ മനസ്സ് കടുപ്പപ്പെട്ട് അള്ളാഹുവിൻ്റെ ശാപത്തിനർഹനായിത്തീരും. മനുഷ്യനെന്ന് പറയുമ്പോൾ ഏതെങ്കിലും നിലയിലുള്ള തെറ്റുകളുമായി ബന്ധപ്പെടും, ചെറുതോ വലുതുമായ തെറ്റുകളുമായി ബന്ധപ്പെടും. താൻ ചെയ്തു പോയ തെറ്റിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പടച്ചവൻ്റെ അടുക്കൽ ഇനി ഒരിക്കലും തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുമ്പോഴാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ധാരാളം വഴികൾ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു വഴിയും അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സർവ്വവാതിലുകളും തുറന്നു തരുന്ന ഒരു അമലിനെ കുറിച്ചുമാണ് നമ്മളിന്ന് പറയുന്നത്. എത്ര മനോഹരമായിരിക്കും! നമ്മുടെ പാപങ്ങൾ പുറത്ത് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു അത്ഭുതകരമായ ആ ഒരു സംഭവ വികാസം നമ്മളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എത്ര മനോഹരമാകും! പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുമ്പോൾ, അവൻ കൈ കഴുകുമ്പോൾ അവൻ്റെ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ, അവൻ്റെ നഖത്തിനടിയിലുള്ള പാപങ്ങൾ വരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുപ്പിച്ചു കൊടുക്കുമെന്നാണ്. മുഖം കഴുകുമ്പോൾ അവൻ്റെ കൺപീലിക്കിലൂടെ അവൻ കൺകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങളും കൺപീലികളിലൂടെ അവൻ്റെ മുഖങ്ങളിലൂടെ ഒഴുകിപ്പോകുമെന്നാണ്. അവൻ കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് ചെയ്ത പാപങ്ങളെല്ലാം ആ കാലിന് അടിയിലെ നഖത്തിൽ, കാലിൻ്റെ ആ നഖത്തിൻ്റെ അടിയിലുള്ള പാപങ്ങൾ വരെ പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ,
നാം വുളു ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ പാപങ്ങൾ അതുവഴിയായി പൊറുക്കാൻ കാരണമാകും. വുളു ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 നേട്ടമാണുള്ളത്. ഒന്ന്, അവന് പാരത്രികമായ നേട്ടമുണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, അവന് ആരോഗ്യപരമായി നേട്ടമുണ്ടാകുന്നു. എങ്ങനെയാണ് ആരോഗ്യപരമായി നേട്ടമുണ്ടാകുന്നത്? കൊറോണ വന്നപ്പോൾ പറഞ്ഞത് കൈയും മുഖവുമൊക്കെ നന്നായി കഴുകണമെന്നാണല്ലോ പറഞ്ഞത്. എന്നതുപോലെ നാം എപ്പോഴും നമ്മുടെ കൈയും മുഖവുമെല്ലാം എപ്പോഴും നമ്മൾ കാണുന്നത്, നമ്മുടെ പൊടിയടിക്കുന്നത്, നാം പെരുമാറുന്നതെല്ലാം നമ്മുടെ കൈയും അതോടൊപ്പം തന്നെ ഈ കൈ പെരുമാറുമ്പോൾ അറിയാതെ കണ്ണിലും മറ്റുമൊക്കെ തൊടും. അപ്പോൾ നാം കൈയും മുഖവുമെല്ലാം കൃത്യമായി കഴുകുമ്പോൾ നമുക്ക് ആരോഗ്യം കൈവരുന്നു എന്നതാണ്. അതുപോലെ ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് വുളുഇൻ്റെ പ്രത്യേകത. ഭൗതികമായി നമുക്ക് അപ്രകാരം നല്ല നേട്ടങ്ങളുണ്ട്. ആത്മീയമായി നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പാപങ്ങൾ പൊറുപ്പിക്കുവാനും പ്രതിഫലം ലഭിക്കാനും ഈ വുളു കാരണമാകുമെന്നുള്ളതാണ്. നാം എത്രത്തോളം വുളുഇൻ്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധയോടെ നാം ചെയ്യുന്നുവോ അത്രത്തോളം നന്നായി നമുക്ക് നമസ്കാരത്തിൽ ഏർപ്പെടാൻ കഴിയും. അത്രത്തോളം ശ്രദ്ധ നമസ്കാരത്തിൽ വരും. അലസമായി വുളു എടുക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ നമസ്കാരത്തിലും അലസത പെട്ടുപോകുമെന്നുള്ളതാണ്. ആയതിനാൽ വുളു എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ നമ്മുടെ കൈകാലുകൾ നന്നായി കയറ്റി കഴുകി, മുട്ടുവരെയാണ് കൈ കഴുകേണ്ടത്. എന്നാൽ അവന് ഈ തോള് വരെ കയറ്റി കഴുകാവുന്നതാണ്. അതോടൊപ്പം തന്നെ മുഖം കഴുകുന്നതിൻ്റെ പരിധി മുടി മുളയ്ക്കുന്നത് മുതൽ താഴെ താടിയെല്ലിൻ്റെ ഭാഗം വരെയും ഈ ചെവിയുടെ കുറ്റി മുതൽ ഈ കുറ്റി വരെയുമാണ്. എന്നാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ നാം കയറ്റി കഴുകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ഖുർറൻ മുഹജ്ജലീൻ, അതായത് കൈകാലുകൾ വുളു എടുത്ത കാരണത്താൽ കൈകാലുകൾ പ്രകാശിച്ചവരെ എന്നാണ് ഇപ്രകാരം കൈകാലുകൾ കയറ്റി കഴുകിയവരെ കുറിച്ച് വിളിക്കപ്പെടുന്നത്. വുളു എടുക്കുമ്പോൾ നാളെ ആഖിറത്തിൽ ഇത് നിമിത്തമായി നമ്മുടെ കൈകാലുകൾ പ്രകാശിക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ കൈകാലുകൾ പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് കയറ്റി കഴുകണം. അല്ലാതെ ഈ മുട്ട് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ ഈ ഭാഗം വരെ മാത്രമല്ല, അല്പം കൂടി നാം അത് കയറ്റി കഴുകണം. മുഖത്തിൻ്റെ പരിധിയും അപ്രകാരമാണ്. കാല് ഞെരിയാണി വരെയാണെങ്കിലും കുറച്ചുകൂടെ നാം കയറ്റി കഴുകണം. തല, ചിലരൊക്കെ വുളു എടുക്കുമ്പോൾ തല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തടകി പോകാറല്ല, തല മുഴുവനായി നാം തടകാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറ. ഇതൊക്കെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ളൊരു വഴിയാണ്. നാം എത്ര നന്നായി വുളു എടുക്കുന്നുവോ അത്രത്തോളം നന്നായി നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും നമസ്കാരത്തിലൂടെ നമുക്ക് ഏറ്റവും നന്നായി ബന്ധപ്പെടാൻ സാധിക്കുകയും കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം നമ്മുടെ പാപങ്ങളെല്ലാം പൊറുപ്പിച്ചു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തവല്ലഅ ഫഹ്സനൽ വുളുഅ, ഒരാൾ ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി ഒരാൾ വുളു എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർളുകളും അതിൻ്റെ ഷർത്തുകളും ഒക്കെ ശ്രദ്ധിച്ച് വളരെ മര്യാദയോടെ അതിൻ്റെ സുന്നത്തുകളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ വുളു എടുത്തു ഏറ്റവും നന്നായിട്ട്. നമ്മൾ അങ്ങനെ വുളു എടുക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ട് വുളു എടുത്തതിന് ശേഷം സുമ്മ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ഒന്നുകൂടെ പറയട്ടെ സഹോദരങ്ങളെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നൊരാൾ പറഞ്ഞാൽ ഫുത്തിഹത്ത് ലഹു സമാനിയതു അബ്വാബിൽ ജന്ന യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. വുളു എടുത്തതിന് ശേഷം ഒരാൾ ഇപ്രകാരം പറഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ്. എന്നിട്ട് മാത്രമല്ല, ആ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുമ്പോൾ അവന് ഇഷ്ടമുള്ള വാതിലേതോ അതിലൂടെ പ്രവേശിക്കുവാൻ അള്ളാഹു അനുമതി നൽകുന്നതുമാണ്. കണ്ടോ, സ്വർഗത്തിൻ്റെ കവാടം 8 കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കുന്നു. എന്നിട്ട് ആ 8 കവാടങ്ങളും തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതിലൂടെ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ്. ഈ ദുആ പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നുകൂടി ചേർത്ത് പറയണം. അപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥന. അഷ്ഹദു അൻ ലാ ഇലാഹ. ചില ഹദീസുകളിലൂടെ കാണാം അവന്റെ രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി, രണ്ട് കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തി ഖിബിലയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ പറയുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അള്ളാഹു തുറന്നു നൽകും. ഇതിനുശേഷം 3 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന സൂറത്തും കൂടി 3 തവണ ഓതൽ നല്ലതാണ് എന്ന് കിതാബുകളിലൂടെ കാണാൻ കഴിയും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപങ്ങൾ ധാരാളമുണ്ട്. ധാരാളം പാപങ്ങളുണ്ട്. വലിയ പാപങ്ങളൊക്കെ തൗബ കൊണ്ടാണ് പൊറുക്കപ്പെടുന്നത്. ധാരാളം തെറ്റുകുറ്റങ്ങളുമായി നാം ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാൻ നാം എല്ലായ്പ്പോഴും വുളൂഇലായി കഴിഞ്ഞുകൂടുക. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായി അതിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാം വുളൂ എടുത്തതിന് ശേഷം ഖിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് 2 കരങ്ങളും 2 കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തി ഇപ്രകാരം പറയുകയാണ് എങ്കിൽ നമ്മുടെ പാപം പുറത്തു, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കുന്നു, ഇഷ്ടമുള്ളതിലൂടെ നമുക്ക് പ്രവേശിക്കുവാനും സാധ്യമാകുന്നു. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഷ്ടമുള്ള വാതിലിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.